പ്രിയമുള്ളവരെ, വചനജ്വാല 1736 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ 2 ചൊവ്വാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ഈശോയുടെ തിരുഹൃദയ വണക്കമാസം 2ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ എസെക്കിയേലിന്റെ പുസ്തകം 21 അധ്യായം 21 മുതൽ 32 വരെയും 22 അധ്യായം 1 മുതൽ 10 വരെയുമുള്ള തിരുവചനങ്ങളാണ് നാം ഇന്ന് ശ്രവിക്കുക. എന്തെന്നാൽ ബാബിലോൺ രാജാവ് വഴിത്തിരിവിൽ ശകുനം നോക്കി നിൽക്കുന്നു. അവൻ അസ്ത്രങ്ങൾ ഇളക്കുകയും കുലദൈവങ്ങളോട് ഉപദേശമാരായുകയും കരൾനോട്ടം നടത്തുകയും ചെയ്യുന്നു. അവന്റെ വലങ്കയിൽ ജെറൂസലേമിലേക്ക് എന്ന കുറി ലഭിച്ചു. കൂട്ടക്കൊലയ്ക്ക് ആജ്ഞ നൽകാനും പോർവിളി മുഴക്കാനും പ്രവേശന കവാടങ്ങളിൽ യന്ത്രമുട്ടി സ്ഥാപിക്കാനും മൺതിട്ട ഉയർത്താനും പ്രതിരോധ ഗോപുരങ്ങൾ നിർമ്മിക്കാനും നിർദ്ദേശം നൽകുന്നതായിരുന്നു അത്. ജെറൂസലേം നിവാസികൾക്ക് ഇത് നിരർത്ഥകമായ ഒരു ശകുനമായി തോന്നും. അവർ സഖ്യത്തിലായിരുന്നല്ലോ. എന്നാൽ അവരെ പിടിച്ചടക്കാൻ ഇടവരുത്തിയ അവരുടെ അകൃത്യങ്ങൾ അവൻ അവരെ ഓർമ്മിപ്പിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, പരസ്യമായ അതിക്രമങ്ങൾ നിമിത്തം നിങ്ങളുടെ അപരാധങ്ങൾ എന്നെ അനുസ്മരിപ്പിച്ചതുകൊണ്ടും നിങ്ങളുടെ പാപം എല്ലാ പ്രവൃത്തികളിലും പ്രത്യക്ഷപ്പെടുന്നതുകൊണ്ടും നിങ്ങൾ എൻ്റെ ഓർമ്മയെ ഉണർത്തിയതുകൊണ്ടും നിങ്ങൾ പിടിക്കപ്പെടും. ദുഷ്ടനും അധർമ്മിയുമായ ഇസ്രായേൽ രാജാവേ, നിന്റെ ദിനം, നിന്റെ അവസാന ശിക്ഷയുടെ ദിനം വരുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. നിന്റെ തലപ്പാവും കിരീടവും എടുത്തു മാറ്റുക. ഇനി പഴയപടി തുടരുകയില്ല. താഴ്ന്നവൻ ഉയർത്തപ്പെടും, ഉയർന്നവൻ താഴ്ത്തപ്പെടും. നാശക്കൂമ്പാരം, ഞാൻ അതിനെ നാശക്കൂമ്പാരമാക്കും. യഥാർത്ഥ അവകാശി വരുന്നതുവരെ അതിന്റെ പൊടി പോലും അവശേഷിക്കുകയില്ല. അവനെ ഞാൻ അത് നൽകും. മനുഷ്യപുത്ര, പ്രവചിക്കുക. അമോന്യരെ പറ്റിയും അവരുടെ ധിക്കാരത്തെ പറ്റിയും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. സംഹാരത്തിനായി ഒരു വാൾ ഊരിയിരിക്കുന്നു. മിന്നൽ പോലെ അത് വെട്ടിത്തിളങ്ങാൻ തേച്ച് മിനുക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി വ്യാജ ദർശനങ്ങൾ കാണുകയും കള്ളപ്രവചനം നടത്തുകയും ചെയ്യുന്ന ദുഷ്ടരായ അധർമ്മികളുടെ കഴുത്തിൽ ആ വാൾ വീശും. അവരുടെ ദിനം വന്നു കഴിഞ്ഞു. അവരുടെ അവസാന ശിക്ഷയുടെ സമയം. അത് ഉറയിലിടുക. നീ സൃഷ്ടിക്കപ്പെട്ട സ്ഥലത്ത്, നിന്റെ ജന്മദേശത്ത് വെച്ച് നിന്നെ ഞാൻ വധിക്കും. എന്റെ രോഷം നിന്റെ മേൽ ചൊരിയും. എന്റെ ക്രോധാഗ്നി ജ്വാലകൾ നിന്റെ മേൽ വീശും. നിഷ്ഠൂരന്മാരായ സംഹാര വിരുദ്ധരുടെ കരങ്ങളിൽ ഞാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കും. നീ അഗ്നിക്കിരയാകും. നിന്റെ രക്തം ദേശത്തൂടെ ഒഴുകും. നിന്റെ സ്മരണ പോലും അവശേഷിക്കുകയില്ല. കർത്താവായ ഞാനാണ് ഇത് പറയുന്നത്. നമ്മൾ 22 അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. 1 മുതൽ 10 വരെയുള്ള തിരുവാക്യങ്ങൾ കൂടി നമുക്കിന്ന് ശ്രവിക്കാം. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, നീ വിധിക്കുകയില്ലേ? രക്തപങ്കിലമായ ഈ നഗരത്തെ നീ വിധിക്കുകയില്ലേ? എങ്കിൽ അവളുടെ മ്ലേച്ഛതകൾ അവളെ അറിയിക്കുക. നീ അവളോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു,
രക്തച്ചൊരിച്ചിൽ നടത്തി നിന്റെ വിധി ദിനം ആസന്നമാക്കുകയും നിന്റെ വിഗ്രഹങ്ങൾ നിർമ്മിച്ച് തന്നെത്താൻ അശുദ്ധയാക്കുകയും ചെയ്യുന്ന നഗരമേ, നീ ചൊരിഞ്ഞ രക്തത്താൽ നീ കുറ്റവാളിയായി തീർന്നിരിക്കുന്നു. നീ നിർമ്മിച്ച വിഗ്രഹങ്ങളാൽ നീ അശുദ്ധയായിരിക്കുന്നു. നിന്റെ ദിനം, നിന്റെ ആയുസ്സിന്റെ അവസാനം നീ തന്നെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. ആകയാൽ ഞാൻ നിന്നെ ജനതകൾക്ക് നിന്ദാവിഷയവും എല്ലാ രാജ്യങ്ങൾക്കും പരിഹാസപാത്രവും ആക്കിയിരിക്കുന്നു. അടുത്തും അകലെയുമുള്ള എല്ലാവരും കുപ്രസിദ്ധയും പ്രക്ഷുബ്ധയുമായ നിന്നെ അധിക്ഷേപിക്കും. ഇസ്രായേൽ രാജാക്കന്മാർ തങ്ങളുടെ ശക്തിക്കൊത്ത് നിന്നിൽ രക്തച്ചൊരിച്ചിൽ നടത്തി. നിന്നിൽ മാതാപിതാക്കന്മാർ നിന്ദിക്കപ്പെട്ടു, പരദേശികൾ കൊള്ളയടിക്കപ്പെട്ടു, അനാഥരും വിധവകളും ദ്രോഹിക്കപ്പെട്ടു. നീ എന്റെ വിശുദ്ധ വസ്തുക്കളെ നിന്ദിച്ചു, എന്റെ സാപത്തുകൾ അശുദ്ധമാക്കി. രക്തച്ചൊരിച്ചിലിനിടവരുത്തുന്ന അപവാദം പറഞ്ഞു നടക്കുന്നവരും പൂജാഗിരിയിൽ വെച്ച് ഭുജിക്കുന്നവരും നിന്നിലുണ്ട്. നിന്റെ മധ്യേ ഭോഗാസക്തി നടമാടുന്നു. അവർ അവിടെ പിതാക്കന്മാരുടെ നഗ്നത അനാവരണം ചെയ്യുന്നു. ആർത്തവം കൊണ്ട് അശുദ്ധരായ സ്ത്രീകളെ സമീപിക്കുന്നു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷികളായ വിശുദ്ധ മാർസെല്ലിനൂസിനെയും വിശുദ്ധ പത്രോസിനെയും അനുസ്മരിക്കുന്ന പൊൻസുദിനം. മാർസെല്ലിനൂസ് ഒരു പുരോഹിതനും പത്രോസ് ഒരു ശമ്മാശനുമായിരുന്നു. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് ഇരുവരെയും അറസ്റ്റ് ചെയ്ത് കാരാഗ്രഹത്തിലിട്ടു. ജയിലിൽ തടവുകാരെയും ജയിലിലുള്ളവരെയും മാനസാന്തരപ്പെടുത്തി. ഒരു വനത്തിൽ വെച്ച് ഇരുവരെയും ശിരസ് ഛേദിച്ച് കൊന്നുകളയുകയായിരുന്നു. ആ ആരാച്ചാരും മാനസാന്തരപ്പെട്ടു. പ്രിയമുള്ളവരെ, ഈ രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്കായി ഒരു ദേവാലയം പണിയുകയും ഒന്നാമത്തെ റോമൻ കുർബാനയിൽ ഇവരുടെ പേര് ചേർക്കുകയും ചെയ്തിരുന്നു. ഇവരുടെ അവശിഷ്ടങ്ങളുമായി ഒരുപാട് ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. വിശുദ്ധ മാർസെല്ലിനൂസിന്റെയും വിശുദ്ധ പത്രോസിന്റെയും മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.